തമിഴ്നാട്ടിലെ സംബന്ധിച്ചുള്ള നോക്കിയാൽ ത്രികോണ മത്സരമാണ്, ശക്തമായ ത്രികോണ മത്സരമാണ്. ഡി എം കെ അണ്ണ ഡി എം കെ, അതുപോലെ തന്നെ നടൻ വിജയ് ഉണ്ടാക്കിയ ടി വി കെ എന്ന് പറയുന്നൊരു പാർട്ടിയുണ്ട്. ആ പാർട്ടി എത്ര വോട്ട് പിടിക്കും, അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. ടി വി കെയുടെ എത്ര സ്ഥാനാർത്ഥികൾ ജയിക്കും, അവർ എത്ര മണ്ഡലങ്ങളിൽ ഏതേത് രീതിയിൽ പെർഫോം, ടി വി കെ പിടിക്കുന്ന വോട്ട് എവിടെ നിന്നാണ് കൂടുതൽ പോകുന്നത്, അത് സ്റ്റാലിൻ്റെ പെട്ടിയിൽ നിന്നാണ് പോകുന്നതെങ്കിൽ ഒരു പക്ഷേ ടി വി കെ ജയിച്ചില്ലെങ്കിൽ പോലും ഈ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ഉള്ളതുകൊണ്ട് അണ്ണാ ഡി എം കെ ജയിക്കാൻ സാധ്യതയുണ്ട്. ഇടതുപക്ഷ പ്രസ്ഥാനം വളരെ ദുർബലാവസ്ഥയിലാണ്. ബി ജെ പി ആണ് പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി, അവർക്ക് പണമുണ്ട്, നേതാക്കന്മാരുമുണ്ട്. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് നടന്നത് ബീഹാറിനോട് ചേർന്ന പകുതിയിലാണ്. അതെ, അതായത് പശ്ചിമ ബംഗാളിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത്, കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് ബംഗ്ലാദേശിനോട് ചേർന്ന് കിടക്കുന്നതും മുസ്ലിം വോട്ടർമാർ കൂടുതലുമായ ചില പ്രദേശങ്ങളാണ്. അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു, അത് ബുധനാഴ്ച നടക്കും. അപ്പോൾ അവിടെ എങ്ങനെയായിരിക്കും ടേൺ ഔട്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമസ്കാരം. ടോക്കിംഗ് പോയിന്റ് വിത്ത് അഡ്വക്കേറ്റ് ജയശങ്കറിലേക്ക് ഏവർക്കും സ്വാഗതം. ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു, തമിഴ്നാട്ടിലും ഒപ്പം തന്നെ പശ്ചിമ ബംഗാളിലും. ബംഗാളിലെ ആദ്യഘട്ട പോളിംഗ് കഴിഞ്ഞപ്പോൾ അവിടെ 91% പോളിംഗ് രേഖപ്പെടുത്തി. നേരെ തമിഴ്നാട്ടിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ 85.1% പോളിംഗാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഉയർന്ന പോളിംഗ് ആർക്ക് അനുകൂലം? അത് ഭരണവിരുദ്ധ വികാരം ശക്തമായി ആഞ്ഞടിച്ചതിൻ്റെ തെളിവാണോ എന്നുള്ളതും വളരെ പ്രസക്തമായ ചോദ്യമായി ഉയരുകയാണ്. പരിശോധിക്കാം നമുക്ക്. സ്റ്റാലിനും മമതയ്ക്കും ആശങ്കയുടെ ദിനങ്ങളാണോ ഇനിയുള്ളത് എന്ന്. നമ്മോടൊപ്പം ചേരുന്നു അഡ്വക്കേറ്റ് എ ജയശങ്കർ. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം സർ, ഈ തമിഴ്നാട്ടിൽ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ ശക്തമായ പ്രചാരണമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം ഉയർന്ന പോളിംഗ്. ബംഗാളിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു. തമിഴ്നാട്ടിലെ സ്ഥിതി ആർക്ക് ആശങ്കാജനകമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ സൃഷ്ടിച്ചിരിക്കുന്ന ഉയർന്ന പോളിംഗ്? അങ്ങയുടെ നിഗമനം എന്താണ്? തമിഴ്നാട്ടിലും ബംഗാളിലും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തി. അത് പറയുമ്പോൾ നമ്മൾക്ക് മറക്കാതിരിക്കാൻ പാടില്ലാത്തൊരു കാര്യം, കേരളത്തിലും പോളിംഗ് ശതമാനം ഗണ്യമായിട്ട് കൂടി എന്നുള്ളതാണ്. അതെ. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും എങ്ങനെ പോളിംഗ് ശതമാനം കൂടുന്നു എന്ന് ചോദിച്ചാൽ മിക്കവാറും എല്ലാ വോട്ടർമാരും ആ തെരഞ്ഞെടുപ്പിന് വന്ന് ക്യൂ നിന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വരാത്തൊരു കൂട്ടരുണ്ട്, അതായത് പ്രായാധിക്യമുള്ള ആളുകളെ വീട്ടിൽ പോയി കണ്ട് അവരുടെ വോട്ട് ശേഖരിക്കുന്ന പരിപാടിയുണ്ട്, സർവീസ് വോട്ടർമാരുണ്ട്. അതുകൂടി ചേരുമ്പോൾ ഈ ശതമാനം അല്പം കൂടി വർദ്ധിക്കാനാണ് സാധ്യത. അതിൻ്റെ അർത്ഥം നാട്ടിലുള്ള മിക്കവാറും ആളുകളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിലും നമ്മൾ ഇതാണ് കണ്ടത്, തമിഴ്നാട്ടിലും ബംഗാളിലും അതിനേക്കാൾ കൂടുതലായിട്ട് ഇത് തന്നെയാണ് കാണുന്നത്. ജനങ്ങൾക്ക് ഈ ജനാധിപത്യത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ആകത്തുകയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വോട്ടർമാർ കൃത്യമായിട്ട് വരികയും വളരെ പ്രതികൂല കാലാവസ്ഥയാണ്. ഇപ്പോൾ കേരളത്തിനേക്കാളും കടുത്ത ചൂടാണ് തമിഴ്നാട്ടിൽ. എന്നിട്ടും ലക്ഷക്കണക്കിന് ആളുകൾ ക്യൂ നിന്ന്, മണിക്കൂറുകളോളം ക്യൂ നിന്ന് വോട്ട് ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? അവർക്ക് പോളിംഗ് ബൂത്തിലേക്ക് വരാനും വോട്ട് ചെയ്യുന്നവരെ കാത്തു നിൽക്കാനും ഒക്കെ സാവകാശമുണ്ട്, അവരതിന് തയ്യാറാണ് എന്നുള്ളതാണ്. അപ്പോൾ ജനാധിപത്യ സംവിധാനം അതിൽ ജനങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴും പോളിംഗ് ബൂത്തിലേക്ക് പിടിച്ചു വലിക്കുന്ന എന്തൊക്കെയോ ജനങ്ങളുടെ മേലുണ്ട്. അത് ചിലപ്പോൾ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ അന്നോ തലേന്നോ വിതരണം ചെയ്ത പണമായിരിക്കാം, മദ്യമായിരിക്കാം. അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഇപ്പോൾ ഡി എം കെ തമിഴ്നാട്ടിൽ നടപ്പാക്കിയ പോലെ പലതരത്തിലുള്ള ഫ്രീ ബീസ് ഉണ്ടല്ലോ. അതെ. എല്ലാ വനിതാ വോട്ടർമാരുടെയും അക്കൗണ്ടിൽ 2000 രൂപ അല്ലെങ്കിൽ 3000 രൂപ നിക്ഷേപിക്കുന്ന പോലത്തെ പരിപാടികൾ, അത് കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് അഴിമതിയുടെ നിർവചനത്തിൽ വരികയില്ല. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പായതുകൊണ്ട്. മാത്രമല്ല, സ്ഥാനാർത്ഥിയല്ലല്ലോ പണം ചിലവാക്കുന്നത്, സർക്കാർ. അപ്പോൾ അത് മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൗഹാൻ വളരെ വിജയകരമായിട്ട് നടപ്പാക്കിയതാണ്. പിന്നെ പല സംസ്ഥാനങ്ങളിലും പല മുഖ്യമന്ത്രിമാരും പ്രയോഗിച്ചതാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നടപ്പാക്കുന്നു എന്ന് വിചാരിച്ചവർ. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനത്തിൽ നടത്താം. ജനങ്ങൾ ഇനിയും ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സ്റ്റാലിൻ്റെ പാർട്ടി ജയിച്ചാൽ മാത്രമല്ല ഇതുപോലുള്ള ആനുകൂല്യം ഭാവിയിലും കിട്ടും. അപ്പോൾ അതുകൊണ്ട് വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ കോൺഗ്രസും ടി വി കെയും ഒക്കെ പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ആനുകൂല്യങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് വോട്ട് ചെയ്യണം. അതുമാത്രമല്ല, പരക്കെ പണ്ട് തൊട്ടേയുള്ളൊരു അഭിപ്രായം, കേരള ഹൈക്കോടതിയിലെ വളരെ പ്രഗത്ഭനായ പിൽക്കാലത്ത് ചീഫ് ജസ്റ്റിസൊക്കെ ആയ ഒരാൾ വക്കീലായിരുന്ന കാലത്ത് എന്നോട് പറഞ്ഞത്, അദ്ദേഹം എല്ലാ തെരഞ്ഞെടുപ്പിനും വോട്ട് ചെയ്യും. അത് പഞ്ചായത്ത് ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പാണെങ്കിലും ചെയ്യും, അസംബ്ലി തെരഞ്ഞെടുപ്പാണെങ്കിലും ചെയ്യും, പിന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണെങ്കിലും ചെയ്യും.
അദ്ദേഹം പറയുന്നത് വോട്ട് ചെയ്തില്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് നമ്മളെ യാതൊരു വിലയും ഉണ്ടാവില്ല എന്നാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കുള്ള സ്ട്രീറ്റ് ലൈറ്റ് കത്താതാവുകയോ അല്ലെങ്കിൽ ഓട നിറഞ്ഞ് വെള്ളം പോകാതാവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ കൗൺസിലറോട് അല്ലെങ്കിൽ MLA പറയാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്നവരായിരിക്കും. കാരണം വോട്ട് ചെയ്യാത്തവരെ രാഷ്ട്രീയക്കാർക്ക് വില ഉണ്ടാവില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഇവർ തീർച്ചയായിട്ടും നമ്മുടെ പരാതി, നമ്മുടെ സങ്കടം കേൾക്കാൻ തയ്യാറാവും എന്നാണ്. അതുകൊണ്ട് അദ്ദേഹം എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചിന്താഗതി ജനങ്ങളുടെ ഇടയിലുണ്ട്. വോട്ട് ചെയ്യാത്തവന് ഒരു വിലയുമില്ല ഈ രാജ്യത്ത്. പിന്നെ അല്ലെങ്കിൽ നമ്മൾ അത്രയും പ്രബലനായിരിക്കണം. ഇപ്പോൾ വോട്ട് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. സ്ഥലത്തെ കൗൺസിലറെ കൊണ്ടു, പഞ്ചായത്ത് മെമ്പറെ കൊണ്ടു, MLA കൊണ്ട് നമുക്കൊന്നും നേടാനില്ല. അങ്ങനെയാണെങ്കിൽ ചെയ്യാതിരിക്കും. പൊതുവേ സാധാരണക്കാർ ആഗ്രഹിക്കുന്നത് ഒരു MLA നമ്മുടെ വിഷയങ്ങൾ കേൾക്കണം. നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ ഒരാൾ മരിച്ചാൽ വീട്ടിൽ MLA വരണം, എന്നാലേ ആ മരണത്തിന് തന്നെ ഒരു അന്തസ്സുള്ളൂ. അല്ലെങ്കിൽ വിവാഹത്തിന് വിളിച്ചാൽ വരുന്ന MLA ആയിരിക്കണം. അല്ലെങ്കിൽ മറ്റ് ചടങ്ങുകൾക്ക് മടി കൂടാതെ എത്താൻ സന്നദ്ധരായിട്ടുള്ള MLA ഉണ്ടാകണം എന്ന ആളുകൾ ആഗ്രഹിക്കും. അല്ലാണ്ട് പാർലമെൻറ്റിൽ പോയി എന്ത് പ്രസംഗം നടത്തി, നിയമസഭയിൽ എത്ര നേരം പ്രസംഗിച്ചു, ഏതൊക്കെ വിഷയങ്ങളെക്കുറിച്ച് ഇദ്ദേഹത്തിന് അറിവുണ്ട്, എന്തിലൊക്കെ പാണ്ഡിത്യം ഉണ്ടെന്നൊന്നും അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമില്ല. ജനങ്ങൾക്ക് താല്പര്യം ജനങ്ങളുമായിട്ട് അടുത്തിടപെടുന്ന, അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന, അവരുടെ സുഖദുഃഖങ്ങളിൽ ഭാഗവാഹിത്വം വഹിക്കുന്ന ഒരു MLA ഉണ്ടാകും എന്നാണ്. അപ്പോൾ ആ ഒരു ചിന്താഗതി കൊണ്ടും ആയിരിക്കാം ഒരുപക്ഷെ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടിയത് എന്ന് ഞാൻ വിചാരിക്കും. ഇപ്പോൾ MLA കുറേ കൂടി സജീവമായിട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നു എന്നാണ് ഇത് നൽകുന്ന ഒരു സൂചന. പിന്നെ ഏതെങ്കിലും ഒരു തരംഗത്തിൻ്റെ സൂചനയാണോ എന്ന് ചോദിച്ചാൽ നമുക്കത് ഖണ്ഡിതമായിട്ട് പറയാൻ പറ്റില്ല. കേരളത്തിൽ തന്നെ പോളിംഗ് പെർസെൻറ്റേജ് കൂടിയത് ഒരു പക്ഷേ ഈ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ജനങ്ങളുടെ ഒരു അഭിവാഞ്ച കൊണ്ടായിരിക്കാം. 10 കൊല്ലം നീണ്ട ഭരണം ഇതിനിയും തുടരാൻ അനുവദിക്കാൻ പാടില്ല എന്നൊരു തോന്നൽ കൊണ്ട് ആളുകൾ വോട്ട് ചെയ്യാൻ വന്നായിരിക്കാൻ സാധ്യത. നേരെ മറിച്ച് 10 കൊല്ലമല്ലേ ഭരിച്ചുള്ളൂ, ഇനി ഒരു 5 കൊല്ലം കൂടി ഭരിക്കണമല്ലോ എന്ന് വിചാരിച്ച് സർക്കാരിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ വരുന്ന ആളുകളുണ്ടാവും. പക്ഷേ അവരിങ്ങനെ ആവേശത്തോടെ പോളിംഗ് ബൂത്തിലെത്തില്ല. അവർ കുറച്ച് മന്ദഗതിയിലേ വരും. അതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം മമതാ ബാനർജി ആണെങ്കിൽ 15 കൊല്ലമായിട്ട് 2011 തൊട്ട് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ. അപ്പോൾ ഇപ്പോൾ എത്ര കൊല്ലേ? അതുപോലെ സ്റ്റാലിൻ്റെ ഭരണം കുറച്ച് കാലമായിട്ടുള്ളതാണ് അവിടെ. അതെ. അപ്പോൾ കരുണാനിധി സ്റ്റാലിൻ ഭരണത്തിൽ നിന്ന് ജനങ്ങളൊരു മോചനം ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏത് വഴിക്ക്? അതും വേറൊരു ചോദ്യമാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലെ സംബന്ധിച്ചുള്ള നോക്കിയാൽ ത്രികോണ മത്സരമാണ്, ശക്തമായ ത്രികോണ മത്സരമാണ്. DMK അണ്ണ DMK, അതുപോലെ തന്നെ നടൻ വിജയ് ഉണ്ടാക്കിയ TVK എന്ന് പറഞ്ഞൊരു പാർട്ടിയാണ്. ആ പാർട്ടി എത്ര വോട്ട് പിടിക്കും? അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. TVKയുടെ എത്ര സ്ഥാനാർത്ഥികൾ ജയിക്കും? അവർ എത്ര മണ്ഡലങ്ങളിൽ ഏതേത് രീതിയിൽ പെർഫോം ചെയ്യും? അവർ എത്ര സ്ഥലത്ത് ഒന്നാമതെത്തും, എത്ര സ്ഥലത്ത് രണ്ടാമതെത്തും, എത്ര സ്ഥലത്ത് മൂന്നാമതെത്തും, എത്ര സ്ഥലത്ത് അവർക്ക് ജാമ്യസംഖ്യ നഷ്ടപ്പെടും? ഇതാർക്കും ഇതിനെ സംബന്ധിച്ച് ഒരു കണക്കുമില്ല. കാരണം ഇത് വളരെ പുതിയതായിട്ടുണ്ടായി വന്നൊരു പാർട്ടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയുടെ സാന്നിധ്യമാണ് ഈ തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ അപ്രവചനീയമാക്കി തീർക്കുന്നത്. DMK അണ്ണാ DMK തമ്മിലാണ് നമുക്കറിയാം ഇത് പോയ എവിടം വരെ പോകും എന്നുള്ളത്. മറിച്ച് TVK പോലൊരു പാർട്ടി പുതുതായിട്ട് വരികയും ഒരുപാട് ചെറുപ്പക്കാരെ ഇത് ആകർഷിക്കുകയും ചെയ്തിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ചെറുപ്പക്കാരുടെ വോട്ട് എങ്ങോട്ട് പോകും? അത് യഥാർത്ഥത്തിൽ TVKക്ക് വിജയമായിരിക്കും കൊണ്ടുവരിക, അതോ അവർ ഭിന്നിപ്പിക്കുന്ന വോട്ട് കൊണ്ട് വേറെ ഏതെങ്കിലും പാർട്ടി ജയിക്കാൻ സാധ്യതയുണ്ട്? ഇപ്പോൾ DMKക്ക് അന്യത കിട്ടുവരുന്ന കുറേ വോട്ട് TVKയുടെ പെട്ടിയിലേക്ക് പോകുന്നു, അങ്ങനെ അണ്ണാ DMK ജയിക്കും, അങ്ങനൊരു സാഹചര്യമില്ലേ? അപ്പോൾ ഇതടക്കമുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ ആ ഒരു സംശയം. ഓക്കെ, ശ്രീ DMK ഭരണത്തിൽ വളരെയേറെ കാര്യങ്ങളിൽ അവർക്ക് എതിരെ ഒരു വികാരം തമിഴ്നാട്ടിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന പ്രതീക്ഷ AIADMKയ്ക്കുമുണ്ട്, BJPക്കുമുണ്ട്. അത് പല കാര്യങ്ങളാണ്, പല മേഖലയിൽ പല കാര്യങ്ങൾ. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ കഴിഞ്ഞ ദിവസം വന്ന ഒരു കണക്കനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകളും യുവാക്കളും തമിഴ്നാട്ടിൽ കൂടുതലായി വോട്ട് ചെയ്തു. അത് ചിലപ്പോൾ വിജയ് ഫാക്ടർ കൊണ്ടായിരിക്കാം അത്തരത്തിൽ സ്ത്രീകളും യുവാക്കളും കൂടുതലായി വോട്ട് ചെയ്തത്. അവർക്ക് അനുകൂലമായി, TVKക്ക് അനുകൂലമായി ഈ വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം എന്ന നിഗമനമൊക്കെ തന്നെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 15-20% വോട്ട് വിജയ് പിടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു തൃശങ്കു സാഹചര്യം അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അല്ല, അത് പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഉദാഹരണത്തിന് DMK ഒറ്റ കാഴ്ചയിൽ
വളരെ ശക്തമായ ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത്. അണ്ണാ ഡി എം കെ കുറച്ച് വീക്കർ സെക്ഷനിലൂടെ നിൽക്കുന്നത്. അപ്പോൾ ഇവരുടെ ടി വി കെ പിടിക്കുന്ന വോട്ട് എവിടെ നിന്നാണ് കൂടുതൽ പോകുന്നത്? അത് സ്റ്റാലിൻ്റെ പെട്ടിയിൽ നിന്നാണ് പോകുന്നതെങ്കിൽ ഒരു പക്ഷേ ടി വി കെ ജയിച്ചില്ലെങ്കിൽ പോലും ഈ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ഉള്ളതുകൊണ്ട് അണ്ണാ ഡി എം കെ ജയിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഒരു പോസിബിലിറ്റി. രണ്ടാമത്തത്, ഈ വോട്ട് പിടിക്കുന്നത് അത് പല ഗ്രൂപ്പുകളിൽ നിന്നാണ്. ഇപ്പോൾ അണ്ണാ ഡി എം കെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം കൈയാളുന്ന ഏതെങ്കിലും ഭാഗത്തു നിന്നാണ് ഈ പറഞ്ഞ ആളുകൾ വോട്ട് പിടിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോഴും തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾ ആഗ്രഹിക്കാത്ത രീതിയിൽ, നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ പോകും. അതെ. അതാണല്ലോ അതിൻ്റെ ഒരു യുക്തി. എങ്കിലും മുൻപത്തെ പോലെ ദേശീയ പാർട്ടികൾ തമിഴ്നാട്ടിൽ കാലുറപ്പിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം അല്ല ഇക്കുറി എന്നൊക്കെ ചിലർ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് നമുക്കറിയാം, ഈ ദ്രാവിഡ രാഷ്ട്രീയം കളിക്കുന്നവരൊക്കെ തന്നെ അവിടെ ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കുന്നത് കാലാകാലങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ആദ്യമൊക്കെ കോൺഗ്രസ് ഉണ്ടായിരുന്നെങ്കിലും അതിനുശേഷം കോൺഗ്രസ് അവിടെ വെറും ഒരു പേരിന് വേണ്ടി മാത്രമായി പോകുന്നൊരു കാഴ്ചയും നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ദേശീയ പാർട്ടികൾ അവിടെ കാലുറക്കുന്നില്ലായിരുന്നു എന്ന് പറഞ്ഞത്. പക്ഷേ അവർക്കൊക്കെ ഇപ്പോൾ തിരിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരിയാണോ? അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയുടെ കുഴി തോണ്ടിയത് അവർ തന്നെയാണ്. 1967 ആദ്യമായിട്ട് ഡി എം കെ, അന്ന് അണ്ണാ ഡി എം കെ ഇല്ല, ഡി എം കെ, കാരണം നമ്മുടെ അണ്ണാദുരയുടെ നേതൃത്വത്തിൽ അതെ അവിടെ അധികാരം പിടിച്ചെടുത്തു. അന്ന് കാമരാജ് അടക്കം തോറ്റുപോയി, മുഖ്യമന്ത്രി ആയിരുന്ന ഭക്തവത്സരം തോറ്റുപോയി. അപ്പോൾ അങ്ങനത്തെ ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറിയോട്ടാണ് ഡി എം കെ വരുന്നത്. ഡി എം കെയിൽ പിന്നെ അണ്ണാദുര മരിച്ചിട്ട് നമ്മുടെ ഇദ്ദേഹം വരുന്നു, കരുണാനിധി വരുന്നു. പിന്നെ വളരെ കാലം കരുണാനിധിയുടെ ഭരണവും പിന്നെ അദ്ദേഹത്തിൻ്റെ മക്കളുടെ ഭരണമൊക്കെ ആയിട്ട് മാറും. ഇതാണ് അവിടുത്തെ സ്ഥിതി. പിന്നെ തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ആയിരുന്നു പ്രബലമായ രണ്ടാമത്തെ പാർട്ടി ഈ 67 പോലും. പക്ഷേ പിന്നത്തെ സ്റ്റേജിൽ ഈ ഡി എം കെയുടെ പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ദിരാഗാന്ധി കോൺഗ്രസ്സുകാരും ഇതിലേക്ക് മത്സരിക്കേണ്ടതില്ല എന്നൊരു നിലപാടൊക്കെ സ്വീകരിച്ചു. അങ്ങനെ ഡി എം കെയുടെ പിന്തുണ കിട്ടിയെന്നുള്ളത് ശരിയാണ്. പക്ഷേ അധികം വൈകാതെ ഇവർ തമ്മിൽ ഇഷ്ടക്കേടായി. പിന്നെ അത് വലിയ കോംപ്ലിക്കേഷനിലേക്കൊക്കെ പോയി. അപ്പം ഞാൻ പറഞ്ഞത്, അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഈ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന സാധനം ഇല്ലാണ്ടായി. മാത്രമല്ല MGR അണ്ണാ ഡി എം കെ രൂപീകരിച്ചപ്പോൾ, അതായത് 72, 73 കാലത്താണ്. അപ്പോൾ 73 ആയപ്പോഴത്തേക്ക് പ്രതിപക്ഷക്കാർ പൂർണ്ണമായിട്ടും കോൺഗ്രസിനെ ഉപേക്ഷിച്ച് അണ്ണാ ഡി എം കെയുടെ കൂടെ കൂടി. അപ്പോൾ ഡി എം കെ അണ്ണാ ഡി എം കെ ഇങ്ങനെ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിട്ട് മാറി. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. അപ്പോൾ ഈ രണ്ട് പാർട്ടിക്കും ഇടയ്ക്ക് പിന്നെ കോൺഗ്രസ്സിന് യാതൊരു സ്പേസും ഇല്ലണ്ടായി. അങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടി പഞ്ചാബിൽ നിന്നും ഏതാണ്ട് പുറത്താക്കപ്പെടുന്നത്. അവർ ചില സ്ഥാനാർത്ഥികളൊക്കെ പാർലമെൻറ്റിലേക്ക് മത്സരിക്കും. ഇപ്പോൾ ചിദംബരം മത്സരിക്കുന്നു, മണിശങ്കർ അയ്യർ മത്സരിക്കുന്നു. അവരൊക്കെ പാർലമെൻറ്റിലേക്ക് മത്സരിക്കും. പക്ഷേ ഡി എം കെയുടെ വോട്ട് കൊണ്ട് അവർ ജയിക്കും, അല്ലെങ്കിൽ അണ്ണാ ഡി എം കെയുടെ വോട്ട് കൊണ്ട് ജയിക്കും. അതല്ലാതെ സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥികളെ നിർത്തി വിജയിപ്പിച്ച് അവരെ പാർലമെൻറ്റ് മെമ്പർമാരെന്ന് ആക്കാൻ അല്ലെങ്കിൽ MLA ആക്കാനുള്ള ശക്തിയൊന്നും കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ഇല്ല. BJPയുടെ നിലപാടിനെ അങ്ങ് അത് ബുദ്ധിപരമെന്നാണോ അതോ മണ്ടത്തരമെന്നാണോ കരുതുന്നത്? അതായത് അണ്ണാമലയെ മാറ്റി, ADMKയുടെ വാക്കനുസരിച്ച് അണ്ണാ ഡി എം കെയെ മാറ്റി അവരുടെ താല്പര്യത്തിനനുസരിച്ച് മുന്നോട്ട് പോവുകയാണ്. എനിക്ക് തോന്നുന്നു ബീഹാറിലെ പോലെ ഒരു പ്രാദേശിക പാർട്ടിയുടെ സഖ്യത്തിൽ അവിടെ വേരൂന്നാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു അവർ ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നത്. പക്ഷേ അത് ബുദ്ധിപരമായ നീക്കമായിട്ട് അങ്ങ് കരുതുന്നുണ്ടോ? അല്ല, ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ ബുദ്ധിപരമാണെന്ന് നമുക്ക് വന്നേ പോരല്ലോ. അത് ഈ ജനങ്ങളുടെ ഇടയിൽ എന്തുമാത്രം വർക്കൗട്ടാവും എന്നുള്ളൊരു പ്രശ്നം കൂടി ഉണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ നേരത്തെ പറഞ്ഞ പോലെ ഡി എം കെ അണ്ണാ ഡി എം കെ രണ്ട് വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റുകളായിട്ട് നിൽക്കുക. കോൺഗ്രസ് ഡി എം കെയുടെ കൂടെ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും BJPക്ക് അണ്ണാ ഡി എം കെയുടെ കൂടെ പോവുകയും മാറുന്നു. അങ്ങനെ അവർ അണ്ണാ ഡി എം കെയോടൊപ്പം ചേർന്നു. അണ്ണാ ഡി എം കെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരുടെ സഖ്യകക്ഷിയായ BJPയും ബുദ്ധിമുട്ടിലാവുമല്ലോ, അതായേ മതിയാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ അവിടെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്. അണ്ണാ ഡി എം കെയുടെ ഈ അവരുടെ തെരഞ്ഞെടുപ്പ് സാധ്യതകളെ ആശ്രയിച്ച് മാത്രമാണ് BJPയുടെ നിലനിൽപ്പ് വരിക. അപ്പോൾ BJP ഒരു മേജർ ഫോഴ്സായിട്ട് ഇതുവരെ തമിഴ്നാട്ടിൽ മാറിയിട്ടില്ല. അവർക്ക് ശക്തിയുള്ള ചില പ്രദേശങ്ങൾ, ചില പട്ടണങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് വലിയൊരു മുന്നേറ്റം നടത്താൻ അവർക്ക് കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. സോറി, പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ 2011 മുതൽ മമതാ ബാനർജി തുടർഭരണം നടത്തുകയാണ്. സ്വാഭാവികമായും ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാം എന്ന് എനിക്ക് തോന്നുന്നു. അതിനോടൊപ്പം തന്നെ SIR വന്നിരിക്കുകയാണ്, വനിതാ ബില്ല് പരാജയപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് അവിടുത്തെ വോട്ടിങ്ങിനെ സ്വാധീനിച്ചിട്ടുണ്ടാകാം? എന്തായിരിക്കാം ജനങ്ങൾ അവിടെ ആർക്കനുകൂലമായിട്ടായിരിക്കാം നീങ്ങുന്നതെന്നാണ് അങ്ങ് കരുതുന്നത്? അത് ഒറ്റക്കേൾവിയിൽ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുള്ള ചോദ്യമാണെങ്കിലും ഞാൻ കഴിഞ്ഞ ഡിസംബർ അവസാനം ക്രിസ്മസിൻ്റെ അവധിക്ക് കൽക്കട്ടയിൽ പോയി. കൽക്കട്ടയിൽ മാത്രമല്ല, ബംഗാളിൻ്റെ പല ഭാഗങ്ങളിലും ആ സമയത്ത് സഞ്ചരിക്കാനുള്ള അവസരം കിട്ടി. ബീർഭൂം ജില്ലയിലും ബർധമാൻ ജില്ലയിലൊക്കെ പോയി.
അപ്പോൾ അവിടെ കണ്ട കാഴ്ച എന്ന് വെച്ചാൽ കൽക്കട്ടയിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഏത് കമ്പിത്തൂണിൽ നോക്കിയാലും ടെലിഫോൺ പോസ്റ്റ് ആയാലും ഇലക്ട്രിക് പോസ്റ്റ് ആണെങ്കിലും വെറും പോസ്റ്റ് ആണെങ്കിലും എന്താണെങ്കിലും എല്ലാ തമ്മിലും മമതാ ബാനർജിയുടെ പുഞ്ചിരി തൂകുന്ന ഫോട്ടോ നമുക്ക് കാണാം. ഗവൺമെൻറ് പോസ്റ്റുകൾ കൂടാതെ പിന്നെ പാർട്ടിയുടെ വകയായിട്ടുള്ള പോസ്റ്റുകളും പോസ്റ്ററുകളും ഉണ്ട്. അതിൽ കാണുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. മമതാ ബാനർജി മാത്രമല്ല, അവരുടെ അനന്തരവൻ പാർട്ടിയിലെ രണ്ടാമത്തെ നേതാവ് എന്ന് പറയുന്ന അഭിഷേക് ബാനർജിയുടെ പടവും ആ കൂട്ടത്തിൽ കാണും. അപ്പോൾ എവിടെ നോക്കിയാലും ഇതേ കാണും, മറ്റേ പാർട്ടികളുടെ കൊടികളൊന്നും അവിടെ കാണില്ല. പിന്നെ ഞാനവിടെ ഉള്ളപ്പോഴാണ് ഒരു ദിവസം അമിത്ഷാ വന്നത്. അപ്പോൾ അമിത്ഷാ വന്ന ദിവസം BJPയുടെ കൊടികളും പതാകകളൊക്കെ അവിടെ കാണുന്നിടയിൽ CPMൻ്റെ പതാക കാണാൻ വേണ്ടി ഞാൻ അവിടുന്ന് ഒരുപാട് ദൂരം സഞ്ചരിക്കട്ടായിരുന്നു. അവസാനം സാൽക്കിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോഴാണ്, അവിടെയാണ് പണ്ട് 1978 CPMൻ്റെ പ്ലീനം നടന്നു. അവിടെ എത്തിയപ്പോൾ ഈ സാധനം കാണാനിടയിൽ അത് ചുവപ്പിൽ അരിവാളം ചുറ്റിക്കുകയും ആലേഖനം ചെയ്ത കൊടികൾ. അതിനി CPMൻ്റെ കൊടിയാണോ, CPIയുടെ കൊടിയാണോ, അല്ലെങ്കിൽ ഫോർവേഡ് ബ്ലോക്കിൻ്റെ കൊടിയാണോ, അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയാണോ നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ ചുവന്ന കൊടികളും കാണാനിടയിൽ എന്നുള്ളൊരു ഭാഗ്യം എനിക്ക് അവിടെ സിദ്ധിച്ചു. ഇത് മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷ പ്രസ്ഥാനം വളരെ ദുർബലാവസ്ഥയിലാണ്. BJP ആണ് പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി. അവർക്ക് പണമുണ്ട്, നേതാക്കന്മാരുമുണ്ട്. അതുപോലെ കോൺഗ്രസ് പാർട്ടിക്കും അവരുടേതായ ചില പോക്കറ്റുകളിലൊക്കെ സ്വാധീനമുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്കില്ല. ഇതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. മാൽഡയിലോ അല്ലെങ്കിൽ മുർഷിദാബാദിലോ ഒക്കെ അവരുടെ ചില കേന്ദ്രങ്ങളുണ്ട്, അവിടെ മാത്രമേ കോൺഗ്രസ് ഉള്ളൂ. BJP സംസ്ഥാനത്ത് എല്ലായിടത്തും ഉണ്ട്. പക്ഷേ മമതാ ബാനർജിയുമായിട്ടല്ല, തൃണമൂൽ കോൺഗ്രസുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടി ജയിക്കാനുള്ള ഒരു ശക്തി അവർക്ക് ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയിൽ. പക്ഷേ അതേസമയത്ത് തന്നെ പോളിംഗ് പെർസെൻറ്റേജ് കണ്ടമാനം കൂടി, 92% കൂടുതൽ. പശ്ചിമ ബംഗാളിൽ എല്ലായിടത്തും പോളിംഗ് നടന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജനങ്ങളെല്ലാവരും തന്നെ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ പശ്ചിമ ബംഗാളിൽ കടന്നു പോകുന്നത്. പിന്നെ ഭരണവിരുദ്ധ വികാരമുണ്ട്, പക്ഷേ തുല്യ നിലയിൽ പ്രതിപക്ഷ വിരുദ്ധ വികാരമുണ്ട്. അതാണൊരു പ്രശ്നം. ഈ പ്രതിപക്ഷ വിരുദ്ധ വികാരം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് BJPക്കെതിരായിട്ട് SIR നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ട പ്രശ്നം. കേരളത്തിലൊക്കെ SIR നടപ്പാക്കിയെങ്കിലും അതിനേക്കാളൊക്കെ വളരെ ക്ലേശകരമായ, ക്ഷമ കിട്ടാത്ത, അല്ലെങ്കിൽ മടുപ്പ് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പരിഷ്കരണമാണ് നടന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഇടയിൽ ഈ സർക്കാരിനെ കുറിച്ച്, പശ്ചിമ ബംഗാൾ സർക്കാരിനെ കുറിച്ചല്ല, കേന്ദ്ര സർക്കാരിനെ കുറിച്ച് ഒരു വിപരീത വികാരം ഉണ്ടായിട്ട്. അപ്പോൾ എല്ലാം കൂടി കൂടിച്ചേർന്ന് വരുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റുകയില്ല. പക്ഷേ തൃണമൂൽ കോൺഗ്രസ് ആണ് കൂടുതൽ ശക്തമായ നിലയിൽ കാണുന്നത്, അതിൽ സംശയമില്ല. പിന്നെ ന്യൂനപക്ഷ സമുദായക്കാരുടെ വോട്ട് അതും പ്രധാനമാണ്. ബംഗാളിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് നടന്നത് ബീഹാറിനോട് ചേർന്ന പകുതിയിലാണ്. അതായത് പശ്ചിമ ബംഗാളിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത്, കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് ബംഗ്ലാദേശിനോട് ചേർന്ന് കിടക്കുന്നതും മുസ്ലിം വോട്ടർമാർ കൂടുതലുമായ ചില പ്രദേശങ്ങളാണ്. അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നുള്ളൂ, അത് ബുധനാഴ്ച നടക്കും. അപ്പോൾ അവിടെ എങ്ങനെയായിരിക്കും ടേൺ ഔട്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. എങ്ങനെ ഇത് തെരഞ്ഞെടുപ്പ് ഫലത്തെ മൊത്തത്തിൽ സ്വാധീനിക്കും എന്നും ഈ ഘട്ടത്തിൽ പറയാൻ നിർത്തിയില്ല. SIR ഒരു വലിയ ഘടകമാകുന്നെങ്കിൽ മമതാ ബാനർജിക്ക് പൊതുവേ മുസ്ലിം വോട്ടുകളുടെ ഒരു വോട്ട് ബാങ്ക് അവർക്ക് സ്വാഭാവികമായും ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ സ്ത്രീ വോട്ടർമാരും അവർക്കൊപ്പമാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഘടകം കൂടിയാകുമ്പോൾ മമതാ ബാനർജി തുടരാനുള്ള സാധ്യതയാണോ കാണുന്നത്? അല്ല, ഒറ്റനോട്ടത്തിൽ മമതാ ബാനർജി തുടരാനുള്ള സാധ്യത കാണുന്നത്. ഞാൻ അവരുടെ പ്രവർത്തനം വെച്ച് നോക്കുമ്പോഴും പിന്നെ ഇവർ വളരെ ശക്തിയായ ഒരു നേതാവാണ്. വ്യക്തിപരമായിട്ടൊരു അഴിമതിക്കാരിയല്ല എന്നുമുണ്ട്. അവരുടെ പാർട്ടിയിലെ നേതാക്കന്മാരും മിക്കവരും അഴിമതിക്കാരാണ്, മന്ത്രിമാരും മുക്കാലം കൊണ്ടാണെങ്കിലും അഴിമതിക്കാരാണ്, കൈക്കൂലിക്കാരാണ്. പക്ഷേ മമതാ ബാനർജി വ്യക്തിപരമായിട്ട് ഒരു ആസ് എ പേഴ്സൺ ഒട്ടും അഴിമതിക്കാരിയല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇമേജ് അവർക്കുണ്ട്, ലാർജർ ദാൻ ദ ലൈഫ് ഇമേജ് എന്ന് പറയില്ല. യഥാർത്ഥത്തിൽ ഉള്ളതിനേക്കാൾ വലിയ ഒരു പ്രതിച്ഛായ അവർക്കുണ്ട്. ആ പ്രതിച്ഛായ എങ്ങനെ മറികടക്കാം, ആ പ്രതിച്ഛായ എങ്ങനെ തകർക്കാം എന്നുള്ളതാണ് ഇവരുടെ പ്രസക്തി നിൽക്കുന്നത്. അപ്പോൾ SIR കൂടുതലും ആളുകളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അപ്പം ജനങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഒരു വിപരീത വികാരം ഉണ്ട് സർക്കാരിനെ കുറിച്ച്. അതാണ് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പക്ഷേ സാർ, ഈ വേറൊരു സംശയം ചോദിക്കട്ടെ. ഈ SIR-ലൂടെ പുറത്താക്കപ്പെട്ടവർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ 90 ലക്ഷം പേരുടെ വോട്ട് അവിടെ മറിഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ മാറിയിരിക്കുകയാണ്. ഇത് പല മണ്ഡലങ്ങളെയും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യത്യാസം രണ്ട് കക്ഷികളും തമ്മിൽ, BJPയും തൃണമൂലും തമ്മിലുള്ള വ്യത്യാസം ചെറുതായ സ്ഥലങ്ങളിലൊക്കെ തന്നെ നിർണായകമാവില്ലേ? ഇത് അവർക്കൊരു വലിയ അഡ്വാൻറ്റേജ് സൃഷ്ടിക്കില്ലേ? നാച്ചുറലി ഒരു അഡ്വാൻറ്റേജ് സൃഷ്ടിക്കില്ലേ BJPക്ക്? അത് സ്വാഭാവികമായിട്ടും പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്.
ഈ പറഞ്ഞ രീതിയിലുള്ളൊരു ഒരു ചിന്തയാണ് ജനങ്ങളുടെ ഇടയിൽ വരുന്നതെങ്കിൽ അതിൻ്റെ ഗുണം ബി ജെ പിക്ക് കിട്ടും. പക്ഷേ അവിടെ ഡേ ടു ഡേ ലൈഫിൽ അങ്ങനെയല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നം അതിൻ്റെ അകത്തുണ്ട്. ഈ വനിതാ സംവരണ ബില്ല് ഈ അടുത്ത ദിവസമാണല്ലോ ലോക്സഭയിൽ പരാജയപ്പെട്ടത്. അത് പക്ഷേ BJP ബുദ്ധിപരമായി ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. വനിതാ വോട്ടർമാരെ എല്ലാം തങ്ങളിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു ശ്രമം, ഒരു ക്യാമ്പയിനായി തന്നെ ഈ ബില്ലിൻ്റെ പേരിൽ അവർ നടത്തിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് അവർക്ക് ഗുണം ചെയ്യാൻ സാധ്യതയുണ്ടോ? അല്ല, ഈ വനിതാ വോട്ടർമാരുടെ കാര്യം അതിൽ രണ്ട് ഘടകങ്ങളാണ്, ബംഗാളിൽ പ്രത്യേകിച്ചും. ഒന്ന്, വനിതകളുടെ വോട്ടവകാശമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥിത്വമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്തെ എല്ലായിടത്തും ഉള്ള ഒരു സംഗതി. അത് പശ്ചിമ ബംഗാളിൽ വളരെ കൃത്യമായിട്ട് മോഡിയെടുത്ത് പെരുമാറേണ്ടെന്നുള്ളത് ശരിയാണ്. എന്തുമാത്രം ഫലവത്താവും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം എന്താ വെച്ചാൽ, നിലവിൽ തന്നെ ഏറ്റവും അധികം വനിതാ സ്ഥാനാർത്ഥികളെ ഫീൽഡ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ്. അതുകൊണ്ട് ഈ സംവരണ ബില്ല് അട്ടിമറിച്ചു എന്ന് വേണമെങ്കിൽ കോൺഗ്രസിനെ പറ്റിയോ മറ്റു പാർട്ടികളെ കുറിച്ചോ പറയാമെങ്കിലും തൃണമൂൽ കോൺഗ്രസിനെ കുറിച്ച് ആരെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കാൻ പറ്റുകയില്ല. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് ഇല്ല. പക്ഷേ സ്ത്രീകളുടെ വോട്ട് നിർണായകമാവും. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നേരെ വിപരീതമായ കാരണത്തിൽ, അത് വേറെ കാരണമാണ്. കാരണം ഈ മമതാ ബാനർജിയുടെ ഭരണകാലത്ത്, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 5 വർഷം കൽക്കട്ടയിലും അല്ലെങ്കിൽ ബംഗാളിൻ്റെ മറ്റു ഭാഗങ്ങളിലുമൊക്കെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ അതിക്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതെ അതെ. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ പൊതുവെ ആ സർക്കാരിനോട് അവരുടെ ക്രമസമാധാന പരിപാലനത്തോടൊക്കെ ഒരു വിയോജിപ്പുണ്ട്, വിപ്രതിപത്തിയുണ്ട്. അത് വോട്ടായിട്ട് മാറിയാൽ സംഗതി നമ്മൾ ഈ പറഞ്ഞ പോലെ സംഭവിക്കും. അപ്പോൾ അതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതിനുള്ള സാധ്യതയുണ്ട്. കാരണം BJPയും മറ്റു പാർട്ടികളൊക്കെ പ്രധാനമായിട്ടും പറയുന്നത് ഈ നാരീശക്തി അല്ലെങ്കിൽ സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ചിട്ടും അവരുടെ പ്രിവിലേജസിനെ കുറിച്ചിട്ടുമൊക്കെയാണ്. അപ്പോൾ ആ ഒരു ഘടകം അവിടെ കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് വോട്ടായിട്ട് മാറിയാൽ സംഗതി മാറും. അപ്പോൾ എന്തായാലും തമിഴ്നാടായാലും ബംഗാളായാലും നമുക്ക് അത്ര പെട്ടെന്ന് പ്രഡിക്ഷൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഇല്ല എന്ന് ചുരുക്കം, അല്ലേ സർ? അതെ, 2 സംസ്ഥാനങ്ങളും ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി വീണ്ടും അധികാരത്തിൽ വരാനാണ് സാധ്യത എന്നെനിക്ക് തോന്നുന്നു. എങ്കിൽ പോലും അതത്ര സുഗമമായിരിക്കില്ല, അത്ര ലളിതവുമായിരിക്കില്ല. കാരണം അതിൽ പല കോംപ്ലിക്കേഷൻസും വരും. എന്തായാലും തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് കഴിഞ്ഞു. ഉജ്ജ്വലമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു ടേൺ ഔട്ടാണ് ഉണ്ടായത്. 85% മേൽ പോളിംഗ് രേഖപ്പെടുത്തി. പശ്ചിമ ബംഗാളിൽ 1ാം ഘട്ട പോളിംഗിൽ 92% പോളിംഗ് രേഖപ്പെടുത്തുന്നു. ഉയർന്ന പോളിംഗിൽ പല കക്ഷികളും ആത്മവിശ്വാസം രേഖപ്പെടുത്തുന്നു. ചിലർക്കൊക്കെ തന്നെ ആശങ്കയുണ്ട് എന്നും കേൾക്കുന്നു. എന്തായാലും 2 സംസ്ഥാനത്തും പ്രവചനം അസാധ്യമായൊരു സാഹചര്യം നിലനിൽക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ തമിഴ്നാടായാലും ബംഗാളായാലും ജനങ്ങളെ, അതുപോലെ തന്നെ നിരീക്ഷകരെയും ഒക്കെ തന്നെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത്. അടുത്ത വോട്ടിംഗ് കൗണ്ടിങ്ങിൻ്റെ എന്ന് മാത്രമേ നമുക്ക് ഇക്കാര്യത്തിലൊരു തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ചുരുക്കം. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് വിത്ത് അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.